രീതിയിൽ ചെയ്തിട്ടുണ്ട്. അത് ഇഷ്ടമായി. അണ്ണാ ഇതാണ് നമ്മുടെ സാധനം. ഇതാണ് നമ്മുടെ സാധനം. തക്കതല്ല, ഇതാണ് നമ്മുടെ സാധനം. താഴത്തില്ല പുഷ്പ, താഴത്തില്ല. ഇതുകൊണ്ടാണ് പുഷ്പയുടെ കളി വാങ്ങിയത്. ആ രക്തചന്ദനം വെട്ടി രക്തചന്ദനം വെട്ടി തുടങ്ങിയത് ഇതുകൊണ്ടാണ് പുള്ളിയുടെ കളി തുടങ്ങിയത്. പുള്ളി എന്ന് വെച്ചാൽ ഒരു സൂപ്പർ കളിയാണ് തുടങ്ങിയത്. ഇപ്പോൾ ഭാരത് ടൂവിനൊപ്പം ഭാരത് 3യും വെയിറ്റിംഗ് ആണ്. ഇതുകൊണ്ട് എത്ര ചന്ദനങ്ങൾ പുള്ളി വെട്ടി മാറ്റിയെന്നറിയുമോ? അതുപോലെ പുള്ളി കോടീശ്വരനായി. നമ്മുടെ പുഷ്പരാജ് കോടീശ്വരനായത് ഈ ഒരു മഴു കൊണ്ടാണ്. ഈ ഒരു മഴു രക്തചന്ദനം വെട്ടിയ ഈ ഒരു മഴു ഒരിക്കലും താഴത്തില്ല. చక్కదల్లే చాలా బాగుంది. చాలా బాగుంది మూవీ. చాలా మంచి చేస్తా. చాలా మంచి చేస్తా. నాకు చాలా ఇష్టం. నేను వస్తున్నాడు, గరుడతో వస్తున్నాడు. పుష్ప3 చూడండి, తెలుసు. తెలుగు ఎప్పుడు చెప్పండి, తెలుసా? అర్థమైందా? ഇത് മൺമട്ടി പറഞ്ഞടിക്കല്ല. ഫഹദ് ഫാസിൽ പുള്ളിയായിട്ടുള്ള അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. അത് കൊള്ളാം. പുള്ളി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പാർട്ട് 3ക്ക് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. അതാണ് ഒന്നും പറയാനില്ല. അതാണ് ഐറ്റം. ചാടി അടിക്കും, കമഴ്ത്തി അടിക്കും, പറന്നടിക്കും, ഇന്ത്യക്കും ചേർത്തടിക്കും, മലർത്തി അടിക്കും. എല്ലാവിധ ഐറ്റങ്ങളും അടികളും എല്ലാവിധ റൊമാൻസ് സീനുകളും നമ്മുടെ രാഷ്മിയ മന്ദാന കൊള്ളാം. മികച്ച രീതിയിൽ നല്ല രീതിയിൽ. പിന്നെ അദ്ദേഹം ബോളിവുഡിലേക്ക് കടക്കാൻ പോവാണ്. ഒരു എൻട്രി കൂടെ വന്നിട്ടുണ്ട് ഫഹദ് ഫാസിലിന്. ഞാനൊരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ്. കാരണം അത്രയും നല്ലൊരു നടനെ മലയാളത്തിൽ കിട്ടിയത് വളരെ അഭിമാനകരമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഇനിയുള്ള ഈ തലമുറയിൽ ഫഹദ് ഫാസിൽ എന്ന് പറയുന്ന ഒരാൾ തന്നെ അടുത്ത സൂപ്പർ സ്റ്റാറും. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ പൃഥ്വിരാജ്, ടൊവിനോ തുടങ്ങിയിട്ടുള്ള മറ്റുള്ള കഥാപാത്രങ്ങളെല്ലാം ഫഹദ് ഫാസിലാണ്. ഇനി അടുത്ത സൂപ്പർ സ്റ്റാർ, അടുത്ത മെഗാസ്റ്റാർ പദവിയിലേക്ക് ഫഹദ് ഫാസിലാണ്. ഒരു രക്ഷയില്ല. ഈ പടം വന്ന് എല്ലാവരും തിയേറ്ററിൽ ഒന്ന് കണ്ട് വിജയിപ്പിക്കുക. പിന്നെ 400 കോടി എന്ന് പറയുന്ന ചിലവായിട്ടുണ്ട്. കുറച്ച് ലോജിക്കൊക്കെ, കുറേ സ്നേഹവും പാസവും അതൊന്നും ഇതിൻ്റെ കുറയ്ക്കാമായിരുന്നു. കാരണം പിന്നെ ഇതിനകത്ത് കുറേ ഐറ്റം ഡാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. സൂപ്പറാണ്. നമുക്ക് പൈസ മുതലാവും എന്തായാലും ഉറപ്പാണ്. എല്ലാ പ്രേക്ഷകർക്കും വന്ന് കാണുക. അടിപൊളിയാണ്. ഒരു ഐറ്റം ഡാൻസ് ഉണ്ട് കേട്ടോ. എല്ലാവരും വന്ന് കാണണം കേട്ടോ. ഐറ്റം ഡാൻസ് ഉണ്ട്. എല്ലാവർക്കും ചെറുപ്പക്കാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന സിനിമയായിരിക്കും. അതുപോലെ മാസും ക്ലാസ് ഒക്കെ ഉൾപ്പെടുത്തി സിനിമ ഒരു 600 കോടി എന്തായാലും കളക്ട് ചെയ്യുന്നുള്ള ഉറപ്പാണ്. ഇതിനകത്ത് വേറെ കളിയുണ്ട്. ഇത് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പന്നിമലത്ത് പോലെയാണ്. ഈ പുഷ്പ എന്ന് പറയുന്ന ഒരു സിനിമ. എനിക്ക് തോന്നുന്നു ചീട്ടുകളിൽ പന്നിമലത്ത് പോലെയാണ്. അതായത് ഒരു 10-40 കോടി രൂപ ചിലവാക്കി പുഷ്പ 1 എടുക്കും. അതൊരു 300-360 കോടി രൂപ കളക്ട് ചെയ്തു. ആ 360 കോടി ഉണ്ടെന്ന് അടുത്ത 400 കോടി കൊണ്ട് കിട്ടും. ആ 400 കോടി എടുത്തിട്ട് ഫഹദ് ഫാസിൽ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. നമുക്ക് അഭിമാനിക്കാവുന്ന രീതിയിലാണ് ഫഹദ് ഫാസിൽ അഭിനയിച്ചിട്ടുള്ളത്. അല്ലു അർജുനും കുഴപ്പമില്ല. പക്ഷേ അതിൻ്റെ ഡയറക്ഷൻ സൈഡിൽ എന്തോന്നറിയില്ല, ഒരു വലിച്ചു നിർത്തി കൊണ്ടുപോയ പോലെയാണ് ഫീൽ ചെയ്തിരുന്നത്. സാറേ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഇഷ്ടപ്പെടാത്ത രീതിയിലാണ് സിനിമ വന്നിട്ടുള്ളത്. അല്ലുവിൻ്റെ പെർഫോമൻസ് ഒക്കെ ഫഹദ് ഫാസിൽ ഡബിൾ ഓക്കെയാണ്. നമുക്ക് അഭിമാനിക്കാം, കേരളക്കാർക്ക് അഭിമാനിക്കാം. പക്ഷേ ഈ ഷോർട്ട് ഫിലിം പോലെയൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഡ്രാമ പോലെ സെക്കൻഡ് ഹാഫിൽ വലിച്ചു നീട്ടി കൊണ്ടുപോയ